എന്റെ ഓബയോസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അതിനോട്. രാത് വന്നില്ലേ? ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ദിയ കൃഷ്ണയുടെ ഓബയോസിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ 3 പെൺകുട്ടികളും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പോലീസുകാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ 3 പെൺകുട്ടികൾക്ക് എതിരാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളും വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബോധമുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ 3 പേരും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഈ കാശ് ചെലവാക്കിയത്, ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന്, ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ടാണ് ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനമൊക്കെ നടത്തുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കും, നമ്മൾ അമിതമായിട്ട് ചിലപ്പോൾ അവരെ സ്നേഹിക്കും. അങ്ങനെയൊക്കെ സ്നേഹിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ദിയ കൃഷ്ണയ്ക്ക് പറ്റിയത്. നമ്മൾ അവരെയൊക്കെ ഓവറായിട്ട് ഒരു കൂടപ്പുറപ്പായിട്ട് കാണുമ്പോഴത്തേക്കും അവർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ലക്ഷം രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്? എന്തായാലും ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയിൽ നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായി എന്ന് തെളിയിക്കുന്നതല്ലേ? ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇവര് പറയുന്നതും പ്രവർത്തിച്ചതും എല്ലാം കള്ളത്തരമാണെന്ന്. ആ മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ജാതിക്കാരുടെ ഇറക്കി. അതുമല്ലാണ്ട് കൃഷ്ണകുമാറിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുത്തു. ആ കേസിനകത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്നെ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. വ്യാജമായിട്ടുള്ള പരാതിയാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പറ്റും. ആ ഒരു കേസിൽ ഇവര് 3 പേരെയും പിടിച്ച് അകത്തിടണം. ജാമ്യമില്ലാ വകുപ്പിൽ ഇവര് 3 പേരെ അറസ്റ്റ് ചെയ്യണം. വലിയൊരു സ്കാമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ 3 പേരിൽ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, അവനാണെന്ന് തോന്നുന്നു ഇതിനകത്ത് മാസ്റ്റർ ബ്രെയിൻ. അവനാണ് ഈ നിൽക്കുന്ന നിപ്പിൽ 8.5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തിട്ട് കൃഷ്ണകുമാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത്. അവനെ ഉൾപ്പെടെയാണ് ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടത്. അവന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഇന്ന് രാവിലെ ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്റെ ഓബയോസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അതിനോട്. രാത് വന്നില്ലേ? ഇത് കണ്ടില്ലേ? ഇത് ദിയ കൃഷ്ണ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ്. അതായത് ദിയ കൃഷ്ണയുടെ വളകാപ്പിന്റെ അടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ആ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് അവര്. അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത്. അതായത് ഒരു കുടുംബം പോലെയാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിച്ചത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? മാന്യമായിട്ട് ഒരേ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും കൂടെ ഒരു ചീത്ത പേരുണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഇവരൊക്കെ കാണിച്ചു വെക്കുന്നത്. അതായത് ഈ 3 പേരും കൂടെ മീഡിയാസിന്റെ മുന്നിലൊക്കെ വന്നിരുന്നിട്ട് പച്ച കള്ളത്തരല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെരി കൾച്ചർ ഫ്ലോസ്. വളരെ സന്തോഷമായിട്ടുള്ള ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവരറിയാണ്ട് ഈ കാശൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ഈ ന്യൂസും കൂടെ കേട്ടിട്ട് വരാം. സുജയ, ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. കേട്ടല്ലോ, ഈ ഷോപ്പിൽ ജോലി ചെയ്ത ഈ 3 പെൺകുട്ടികളുടെ അക്കൗണ്ടിലോട്ട് ലക്ഷക്കണക്കിന് രൂപ വന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ഈ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇത്രയും ലക്ഷം രൂപ അക്കൗണ്ടിലിട്ട് വന്നിട്ടേ ഇല്ല എന്ന്. പക്ഷെ ഇതിനകത്ത് ഈ എമൗണ്ടിന്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ കൃഷ്ണകുമാർ പറയുന്നത് ഏകദേശം 69 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്ര ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലോട്ട് പോയതെന്നും എത്ര ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തതെന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും കാശ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. നമുക്ക് ബാക്കി കൂടെ കാണാം. അതായത് ദിയ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന്
തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ പണം അതായത് റഹീസ് റഷീദ്, നമുക്ക് ഓരോ കാര്യങ്ങളായി വ്യക്തത വരുത്തി പോകാം. റഹീസ്, ഇപ്പോൾ ഈ OBYOC അതാണല്ലോ ദിയ കൃഷ്ണയുടെ സ്ഥാപനം. അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദിയ കൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത്? എത്ര കാലമായി ഈ അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട്? 2024 ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരിങ് ആയതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം 3 പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിൽ കാശടിച്ച് മാറ്റിക്കൊണ്ടിരുന്നതാ. കയ്യിലിരിക്കുന്ന മൊബൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വർണ്ണങ്ങള് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പല രീതിയിലാണ് ഇവർ കാശടിച്ച് മാറ്റിയിരിക്കുന്നത്. അതായത് നാളെ ഒരു അവസരത്തിൽ പിടിക്കപ്പെട്ടാൽ ഒരു തെളിവുകളും അവശേഷിക്കരുത് എന്നുള്ള രീതിയിൽ. എത്രത്തോളം വലിയ സ്കാമാണ് ഈ 3 പെൺകുട്ടികളും കൂടി നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ 3 പേരുടെയും ബാക്കിൽ ആരുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. എന്തായാലും ഈ 3 പെൺകുട്ടികൾ മാത്രമല്ല, അതായത് ഈ 3 പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഭർത്താവുണ്ടല്ലോ, അവനിക്ക് ഇതിനകത്ത് എന്തോ ഒരു മെയിൻ റോൾ ഉണ്ട്, അത് ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അവനെ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യണം. ഇനി ഒരു സ്ഥലത്തും ഇതേപോലുള്ള ഒരു ചതിയും നടക്കരുത്. ബാക്കി കൂടെ കണ്ടിട്ട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ്, എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത്, അതാണ് അറിയേണ്ടത്. കാരണം റഹീസ് റഷീദ്, ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 8 ലക്ഷത്തിലധികം രൂപ ഇവർ ദിയയ്ക്കൊപ്പം അല്ലെങ്കിൽ ദിയയുടെ സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പം ഉള്ള സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറയുന്നു. അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ടോ? കാരണം ഇവർ 8 ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തുക എവിടെ നിന്നാണ് വന്നത്? പണയം വെച്ച് കൊണ്ടുവന്നു, കയ്യിലുണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു, ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നു. എന്തൊക്കെ കഥകളാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയത്? റഹീസ് റഷീദ്, അക്കാര്യത്തിൽ അവർ നൽകിയ കൃഷ്ണകുമാറിനെതിരെ നൽകിയ കേസുകളടക്കം അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? ഇന്ന നിപ്പിലാണ് 8.5 ലക്ഷം രൂപ കൃഷ്ണകുമാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. അതായത് കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇവര് പറഞ്ഞതിൽ നിന്നൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവർ പറഞ്ഞത്. നമ്മളെ തട്ടിക്കൊണ്ടുപോയി, നമ്മളെ ബലമായിട്ട് കാറിനകത്ത് കയറ്റിക്കൊണ്ടുപോയി, എന്തൊക്കെയായിരുന്നു ഇവര് പറഞ്ഞത്. ഇപ്പൊ CCTV റെക്കോർഡ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു CCTV ദൃശ്യത്തിനകത്ത് നമ്മൾ ഈ ബലപ്രയോഗം നടത്തിക്കൊണ്ടുവന്നത് നമ്മൾ ആരും ഇവിടെ കാണുന്നില്ല. ആ ഒരു തെളിവുകൾ പോലും ഇവർക്കെതിരാണ്. പേരും പഠിച്ച കല്ലുകളാണ് ഇവര് 3 സ്ത്രീകളും. ഒരു ജോലിയും ഈ 3 പേർക്ക് ഒരു സ്ഥാപനത്തിലും കൊടുക്കരുത്. ഇവർക്ക് ഈ കാണിച്ചവര് നാളെ ഇതൊക്കെ തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത്. കാരണം 1000-2000 രൂപ ഒന്നുമല്ല അടിച്ചു മാറ്റിയിരിക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ദിയയും കൃഷ്ണകുമാറും കൂടെ ഇന്ന് മീഡിയക്കാരെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടൊപ്പം ദിയ കൃഷ്ണ തന്നെ ചേരുന്നു. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണെന്നറിയാം. പക്ഷേ നമുക്ക് ഇത് വാർത്തകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം എന്നറിഞ്ഞു നിൽക്കുകയാണ്. പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിലവിൽ തൃപ്തരാണോ? എന്താണ് പോലീസിന്റെ നടപടിയോട് പ്രതികരിക്കുന്നത്? ഇതുവരെ അഫ്കോഴ്സ് ഞാൻ തൃപ്തരായാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തിൽ വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത്. കാര്യം എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത്. എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ, എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം, നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. 2 പേരുടെയും കിട്ടിയിട്ടുണ്ട്, 2 കൂട്ടരുടെ ഇനി പരിശോധിക്കണം, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ഉത്തരം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി എണീച്ച് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്താണ് ഇരുന്നത്. ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്ത് സത്യമുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരുന്നത്. അപ്പൊ രാവിലെ ആയപ്പോൾ ഐ വാസ് ഏബിൾ ടു സീ ദാറ്റ് ഇതുപോലെ പോലീസ് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ന്യൂസ് വരുന്നതിന് മുന്നേ തന്നെ ഈ രാവിലത്തെ പത്രത്തിനകത്ത് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പല നാൾ കഴിയാൻ ഒരു നാൾ എന്തായാലും പിടിക്കപ്പെടും.
ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയെന്നാണ് ദിയ പറയുന്നത്. ഈ ഒരു വിഷയം ഇത്ര ലാഗടിപ്പിച്ചു കൊണ്ടുപോകണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയം തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായതായിരുന്നു. കാരണം ഇവർക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു വാർത്തകൾ ആദ്യം വന്നത്. ആദ്യം വാർത്ത വന്നത് ദിയ കൃഷ്ണയ്ക്കെതിരെ, കൃഷ്ണകുമാറിനെതിരെ ഈ 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് വാർത്ത വന്നത്. ആ വാർത്ത കേട്ട സമയത്ത് എല്ലാവരും ഇവർക്കെതിരെയായിട്ടായിരുന്നു നിന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാവരും ദിയ കൃഷ്ണയ്ക്കെതിരെ സപ്പോർട്ടുമായിട്ട് വന്നത്. എന്തായാലും കള്ളത്തരങ്ങളൊക്കെ എത്ര മറച്ചു വെച്ചാലും ഒരു നാൾ അത് സത്യം പുറത്തു വരുമെന്നുള്ളത് സത്യം തന്നെയാണ്. സത്യമേ വചയത്. ബാക്കി കൂടെ കേട്ടിട്ടില്ല. നമ്മൾ ഈ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴേ ഈ കുറച്ചധികം ആളുകൾ ഇങ്ങനെ ഒരു സംശയം പോലെ പ്രകടിപ്പിക്കുന്ന ഈ ഒരു ബൊട്ടിക്കൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് വരുന്ന ഈ QR കോഡാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ QR കോഡ് മാറ്റിയാൽ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും നിങ്ങളിലേക്ക് എത്തുന്നില്ല, അതായത് ഒന്നും എത്തുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം ഉരുത്തിരിയേണ്ടതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം ഇത് തിരിച്ചറിയാൻ ഉണ്ടായത് എന്നൊരു സംശയം. അതിന് ദിയയ്ക്ക് എന്ത് മറുപടിയാണ്? ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻസും എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് ഇല്ലേ, അതായത് 600 രൂപ 700 രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു 2-3 കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ എന്റെ QR കോഡ് തന്നെ കാണിച്ച്, അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, അവരിതുപോലെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ ഒരു 5-6 പേര് നിൽക്കവേ അവരാർക്കും ഈ QR കോഡ് കാണിക്കത്തില്ല. കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്തെന്ന് ഒരാൾ ചോദിക്കും. അതുകൊണ്ട് ഒറ്റ ആൾക്കാർ ചെറിയ പേയ്മെന്റ് ആണ് പേയ്മെന്റ്സ് അവരെനിക്ക് ഭയങ്കര ഇതായിട്ട് തരുമായിരുന്നു. അവരെനിക്ക് ഇങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുമായിരുന്നു. അതായത് ഇതിനകത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്കുകളൊക്കെ തീരാനകത്ത് ആ കടയിൽ വന്ന ആ സ്റ്റോക്കുകളൊക്കെ വിറ്റ കാശ് കൊണ്ട് തന്നെയല്ലേ പുതിയ സ്റ്റോക്കുകളൊക്കെ കയറ്റുന്നത്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപ സ്ഥാനം ഇത്രയും ലക്ഷം രൂപ ഈ സാധനമൊക്കെ വിറ്റ് പോകുമ്പോൾ ഇത്രയും ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് വന്നാലല്ലേ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിപ്ലൈ ദിയ തരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഒരു 600-700 ഒക്കെ ആയിട്ടുള്ള ചില്ലറ പൈസ ദിയയുടെ QR കോഡ് കാണിച്ചു കൊടുക്കും. ബാക്കിയുള്ള കാശുകളൊക്കെ ഇവരുടെ അക്കൗണ്ടിലോട്ടും വരും. ഈ ഒന്നൊന്നായിട്ട് വരുന്നേക്ക ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലോട്ട്, അതായത് ദിയ കൃഷ്ണയ്ക്ക് പിച്ച കൊടുക്കുന്നത് പോലെ അവർ ഇട്ട് കൊടുക്കുമായിരുന്നെന്നാണ് ദിയ പറയുന്നത്. അതിനുള്ളൊരു ആൻസർ ആണ് ദിയ ഇവിടെ തന്നത്. അതായത് വിറ്റ് പോകുന്നതിനുള്ള ആ ക്യാഷിന് സ്റ്റോക്ക് കയറ്റും എന്നുള്ള ചോദ്യത്തിനാണ് അവിടെ ആൻസർ തന്നത്. മനസ്സിലായില്ലേ? ദിയ കൃഷ്ണയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ്. അവർക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഇതൊക്കെ. ഇത്രയൊക്കെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു കണ്ണവിടെ വേണം. ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കാണ്ട് പോയി. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കാവുന്ന ഒരാളെയും കൂടെ നിർത്താമായിരുന്നു. അവിടെ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയത് അതാണ്. ഇവർ അല്ലാണ്ട് വേറൊന്നുമല്ല, ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് ഇത്രയും ലക്ഷം രൂപ ഒക്കെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്രയും ലക്ഷം രൂപ ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകണമെങ്കിൽ അവർ എത്രത്തോളം ധൈര്യമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തത്. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും നോക്കുന്നില്ല, ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ ആരും കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യം മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ അവർ അത്രയും ലക്ഷം രൂപ അടിച്ചു മാറ്റിയത്. എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.